ഇപ്പോൾ നീരജ് അമ്മൂസിൻ്റെ 1.5 കോടിയുടെ വിസ കച്ചവടം അത് പൊളിച്ചെടുക്കാൻ നോക്കുന്ന ചേട്ടൻ. ഇത് രണ്ടുമാണല്ലോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം ട്രെൻഡിങ്. കാര്യം അറിയാൻ പാടാത്തവർക്ക് ഞാനൊരു സമ്മറി തരാം. പുള്ളിക്കാരത്തി ഇവിടെയുള്ള ഏതോ ഒരു ഏജൻസിയായിട്ട് ചേർന്ന് വിസ കച്ചവടം നടത്തി. അവസാനം കുറേ ഫേക്ക് COS കൊടുത്ത് വിസയ്ക്ക് കാശ് കൊടുത്ത ആൾക്കാർക്ക് ലൈഫ് ടൈം ബാൻ അടിച്ചു കിട്ടി. അങ്ങനെ സംഭവം ആകെ വിഷയമായി കഴിഞ്ഞപ്പോഴത്തേക്കും നീരജ് അമ്മൂസ് ഇതിൽ നൂരാൻ വേണ്ടി കിടന്ന് മെഴുകുക. ഇതാണ് ടോട്ടൽ സമ്മറി. ഇത് പൊളിച്ചെടുക്കാൻ ഒരു കണ്ണാടി വെച്ച ചേട്ടൻ ഫുൾ ഡീറ്റെയിൽസായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ 2 കാര്യം മനസ്സിലാക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആസാൻ ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. രണ്ടാമത് വിസ മേടിക്കുന്ന ആൾക്കാർക്ക് അവരോട് ഇത് 1 അല്ല 2 അല്ല 1000 വട്ടം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഉണ്ട്, നിങ്ങൾക്ക് കമ്പനിയെക്കുറിച്ച് ചെക്ക് ചെയ്യാൻ. ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് നിങ്ങളുടെ വിസയുടെ ഏത് കാറ്റഗറിയാണ്, നിങ്ങൾ കമ്പനിയുടെ സ്പോൺസർഷിപ്പ്, അവരുടെ റേറ്റിംഗ്, ഗ്രേഡിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ റെഡിറ്റ് പോലുള്ള ഫോറംസ് ഉണ്ട്. 100 ഓപ്ഷൻസ് ഉണ്ട് ഇൻ്റർനെറ്റും ഗൂഗിളും ഉള്ള ഈ സമയത്ത്. നിങ്ങൾക്ക് അതേതെങ്കിലും യൂസ് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ പറയേണ്ട കാര്യമില്ല, പറഞ്ഞ് മടുത്ത കാര്യം. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ആസ് ആൻ ഇൻഫ്ലുവൻസർ അവർക്ക് എന്ത് ചെയ്യായിരുന്നു എന്നുള്ളത്. അവർ പറയുന്ന പോലെ 300K ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിലൊരു സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസും വരുന്നുണ്ട്. അവർ വിസ കച്ചവടമല്ല, എന്ത് പരിപാടി പെയ്ഡ് പ്രൊമോഷൻ പരിപാടി ചെയ്താലും, അവർ ഒരു ചായക്കടയുടെ പെയ്ഡ് പ്രൊമോഷൻ പരിപാടി ചെയ്താലും അതിനകത്ത് മെറ്റയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്, യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. UK ഗവൺമെൻറ് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടൊരു ഗൈഡ് ലൈൻസ് 2008 ഇറക്കിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് ഇതിലേത് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താലും അവർ പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണമെന്നാണ് നിയമം. അവരത് ചെയ്തിട്ടില്ല. പിന്നെ UK വേറൊരു നിയമമുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ബെനിഫിഷ്യൽ ആണെങ്കിൽ നമുക്ക് അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണിക്കണം എന്നൊരു നിയമമുണ്ട്. അത് ഇതിൽ മാത്രമല്ല, എന്ത് പരിപാടിയിലാണെങ്കിലും. അതുപോലെ UK വേറൊരു നിയമമുണ്ട്. നമ്മൾ മീഡിയേറ്ററായിട്ട് നിൽക്കുന്നതിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക എന്നുള്ളത്. അത് ഈ വിസ കച്ചവടമല്ല, എന്ത് പരിപാടിയാണെങ്കിലും കാണിക്കണം. പിന്നെ വിസ കച്ചവടം ഇല്ലീഗലാണ്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് എന്ത് പ്രൊമോഷൻ ചെയ്യുമ്പോഴും അവർ ലീഗലാകുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും പക്ക അതിനകത്ത് ട്രാൻസ്പെറൻസി കാണിക്കുക. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കാണിക്കുക. അത് ചെറിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും വലിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഒരു കച്ചവടം നടത്തുമ്പോൾ അതിനകത്ത് റോൾസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. എല്ലാ കച്ചവടത്തിലും റിസ്ക് അതിൻ്റെ കൂട്ടത്തിലുണ്ട്. പക്ഷേ നമ്മളത് റെസ്പോൺസിബിളായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുക, നമ്മുടെ കസ്റ്റമറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഒരു കച്ചവടം നടത്തുമ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റോൾസും റെസ്പോൺസിബിലിറ്റീസും നമുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ. പിന്നെ കണ്ണാടി വെച്ച ചേട്ടൻ പുള്ളിക്കാരൻ വിചാരിക്കുന്ന ഒറ്റ ദിവസം കൊണ്ട് നീരജനെ പൊളിച്ചെടുക്കാമെന്നാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടക്കുമെന്ന്. നല്ലൊരു സോളിസിറ്റർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നൈസായിട്ട് ഇത് ഊരി പോകാൻ പറ്റും. കാശ് പോയവൻ്റെ കാശ് പോയി, അല്ലാതെ വേറെ ആർക്കും ഇതിനകത്തൊരു നഷ്ടം വരാനില്ല. അതുകൊണ്ട് വിസ പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങുവാണോ, നിങ്ങളതിൻ്റെ എല്ലാം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളത് അന്വേഷിച്ചിട്ട് മാത്രം പൈസ കൊടുക്കുക. പ്രത്യേകിച്ച് 10-15 ലക്ഷം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുന്നവർക്കല്ല, ഇവിടെ UK പോലും വലിയ എമൗണ്ടാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ UK നിങ്ങൾ കണ്ടൻറ് ക്രിയേറ്റർ ആവാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പോളിസീസ് ഉണ്ട്. അത് ക്ലിയറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ റീച്ച് ഔട്ട് ചെയ്തോളൂ. എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം.